എല്ലാവർക്കും നമസ്കാരം. കെവിൻ ശശിധരൻ 24 hours റേസ് നിങ്ങളൊന്ന് കാണിക്കാനായിട്ട് വീണ്ടും ഞാൻ വന്നിരിക്കുകയാണ്. ഈ പ്രാവശ്യം റേസിന് വളരെ പ്രത്യേകത. ദുബൈ ഓട്ടോഡ്രോമിൽ അജിത്തിൻ്റെ ഒരു ടീം വന്നിട്ടുണ്ട്. അജിത് കുമാർ എന്ന് പറഞ്ഞ ടീം അജിത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഓളം വളരെ ശക്തമായിട്ട് കൂടി ഈ പ്രാവശ്യം. ആൾക്കാരെല്ലാവരും കൂടെ അങ്ങ് ഇളകിയിട്ടുണ്ട് ഇവിടെ. നമ്മളെ മലയാളികളും തമിഴന്മാരും എല്ലാവരും. ഗ്രാൻഡ് സ്റ്റാൻഡിൽ നല്ല ക്രൗഡായിരുന്നു. നമുക്ക് കാണാൻ പറ്റും, നല്ല ക്രൗഡാണ്. ആൾക്കാർ ഇഷ്ടം പോലെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഈ പ്രാവശ്യത്തെ റേസിന് പ്രത്യേകത ഉണ്ട്. 20 years ഓഫ് ഓട്ടോഡ്രോമാണ്. 20 years ആയി ഓട്ടോഡ്രോം തുടങ്ങിയിട്ട്. അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. കുറച്ച് പരിപാടികൾ കാണാനുണ്ട്. ഇവിടെ ഈവനിങ് നല്ല പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ വന്നപ്പോൾ കുറച്ച് ലേറ്റായി. അപ്പോൾ ആൾക്കാർ ഇരുന്ന് സ്റ്റേജൊക്കെ ഉണ്ട്. ആൾക്കാർക്ക് ഇരുന്നിട്ട് ഈ റേസ് കാണാൻ അവിടെ വലിയ സ്ക്രീനുണ്ട്. നമുക്ക് റേസ് കാണാൻ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. ഇത് സ്റ്റേജിൻ്റെ സൈഡിൽ തന്നെ ആയിട്ടാണ്. ട്രാക്ക് കുറച്ച് ക്ലോസ് ആണ്. നമുക്ക് അടുത്ത് വണ്ടി കാണാൻ പറ്റും. അജിത്തിൻ്റെ വണ്ടി ചെറുതായിട്ട് തട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പണി ഞാൻ നമുക്കൊന്ന് കാണിച്ചു തരാം. പക്ഷെ എനിക്ക് പുള്ളി ഇതുവരെ കാണാൻ പറ്റിയില്ല. ചിലപ്പോൾ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഓക്കെ, ഞാൻ വണ്ടി കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാം മെക്കാനിക്കൽ പണിയുന്നത്. ഈ കാണുന്ന വണ്ടി നമുക്ക് ശ്രദ്ധിച്ച് കാണാം. അജിത് കുമാർ എന്ന് എഴുതിയിട്ടുണ്ട്. പുള്ളിക്കാരൻ അവിടെ ചെയ്യാൻ മെക്കാനിക്കാണ്. പുള്ളി അവിടെ മാറിക്കഴിയുമ്പോൾ കാണാം. ഇതാണ് വണ്ടി. ഈ വണ്ടിയാണ് പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പണി ചെയ്തിട്ട് അവിടെ ഉടനെ ഇറക്കാൻ ചിലപ്പോൾ അജിത്ത് ഓടിക്കുന്നത് കാണാൻ പറ്റും. ഓട്ടോഡ്രോമിൽ ഒരുപാട് റേസിങ് കണ്ടിട്ടുണ്ട്. ബട്ട് ഇത് കുറച്ച് ബിസി ആയിട്ടുള്ള റേസാണ്. അതായത് നമ്മൾ ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ വന്ന് തമിഴ്നാടും കേരളവും ബാക്കി ഒരുപാട് ഇന്ത്യക്കാർ കാര്യം അജിത്തിനെ കാണാനായിട്ട്. അജിത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഭയങ്കരമായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ പുള്ളിക്കാരൻ എനിക്കിതുവരെ കാണാൻ പറ്റിയിട്ടില്ല. നേരത്തെ പറഞ്ഞാണെങ്കിൽ നമുക്ക് നോക്കാം. അങ്ങനെ അജിത്തിനെ ഒന്ന് കണ്ട് കുറച്ച് ബാക്കിൽ നിന്ന് കണ്ടത് പുള്ളി സൂട്ട് റൂമിലോട്ട് പോവാണ്. എനിക്ക് വന്ന് ഇപ്പോൾ റെഡിയായിട്ട് ഇറങ്ങും. അങ്ങനെ അതാ റെഡിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ആൾ. ഇപ്പം എന്തായാലും ഡ്രൈവർ ചേഞ്ചിന് സമയമായിട്ടുണ്ട്. ഹെൽമെറ്റ് കയ്യിലുണ്ട്. ഇപ്പം എന്തായാലും ഓട്ടിക്ക് ഉറപ്പ്. പുള്ളിക്കാരനെ അത് റെഡിയുണ്ട്. ബാലക്ലവൊക്കെ ഇട്ട് എല്ലാം സെറ്റ് ആയിക്കൊണ്ടിരിക്കുക. എന്തായാലും ഇത്രയും ദൂരത്ത് നിന്നാലും ഒന്ന് കാണാൻ പറ്റില്ല ഇത്ര അടുത്ത്. ഇതേനൊരു വീഡിയോ എനിക്ക് തോന്നുന്നില്ല ആരും ക്ലിയർ ആയിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ടെന്ന്. കുറച്ച് ഡിസ്റ്റൻസിലാണ് എങ്കിലും നമുക്ക് കുറച്ച് സൂം ചെയ്തെടുക്കാം. ഹീ ഈസ് വെയിറ്റിംഗ് ഫോർ ദ കാർ. കണ്ടില്ല, ആ നിപ്പുണ്ട് പുള്ളിയുടെ. ഇതാണ് ലൊക്കേഷൻ.
ആ കൈ കെട്ടിയുള്ള നിപ്പുണ്ട്, ഇതാണ് ഇയാളുടെ സ്റ്റൈൽ. അജിത് കുമാറിൻ്റെ സ്റ്റൈൽ ഇതാണ്. നിങ്ങളത് വിരക്കൊക്കെ കണ്ട. ഒരു ഞാൻ ഒരു ഷോർട്സ് ഇട്ടായിരുന്നു ഇതിൻ്റെ ഇതേ കണക്കൊരു ഷോർട്സ്. അത് ഒരു 10+ K ആയിട്ടുണ്ട് ഓൾറെഡി. അജിത്തിൻ്റെ ടീമിൻ്റെ വേറൊരു വണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ വേറെ ഡ്രൈവറാണ്. അവർ ചേഞ്ച് ചെയ്ത് പോവാണ്. ഇത് ഡ്രൈവർ ചേഞ്ച് സ്ഥലമാണ്. നല്ലൊരു വ്യൂ ആയിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ ആരും കയറി വരുന്നതാണ് ഒരു ആരത് കയറി വന്ന് നമ്മൾ ബ്ലോക്കാക്കി. നല്ലൊരു വ്യൂ ഒരു സൈഡിൽ നിന്ന് കിട്ടിയത്. പുള്ളി എടുത്തിട്ട് പുള്ളിട്ട് സംസാരിക്കാൻ പോവാ. കൊള്ളാമല്ലോ. പുള്ളി എണീറ്റ് എനിക്ക് തോന്നുന്ന അവരുടെ ടീമിൻ്റെ ആരെങ്കിലും ആയിരിക്കുമല്ലോ. അല്ലെങ്കിൽ ഇത്രയും ക്ലോസ് ആയിട്ട് സംസാരിക്കാൻ ചാൻസ് ഇല്ലല്ലോ. കൊള്ളാം, നല്ലൊരു വീഡിയോ ആയിട്ട് തോന്നുന്നു. നല്ല രസമുണ്ട്. അങ്ങനെ ഫൈനലി പുള്ളിയുടെ വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ആൾക്കാരെല്ലാം പോകുന്നു. ആ ചുമന്ന ടീഷർട്ടുള്ള ആളും ഉണ്ട്. അതിന് മെയിൻ ആളാകണ്ടെന്ന് തോന്നുന്നു ക്രൂവിൻ്റെ. ഏതായാലും പുള്ളിയുടെ വണ്ടി റെഡി ആയിട്ടുണ്ട്. പുള്ളി ഇതാ സെറ്റായിട്ട് നിൽക്കുക പോകാനായിട്ട്. വണ്ടി എത്തിയിട്ടുണ്ട്. പുള്ളി ഇപ്പം ഡ്രൈവർ ചേഞ്ചിന് കയറി പുള്ളി ഇപ്പം പോകുന്നതായിരിക്കും. ഇതൊന്ന് കാണാൻ വേണ്ടി നമ്മൾ ഇത്ര നേരം കാത്തുനിന്നു. ഇത് കാണാൻ വേണ്ടി പുള്ളി ഒന്ന് കാണാൻ വേണ്ടി, അജിത് കുമാറിനെ ഒന്ന് കാണാൻ വേണ്ടി ഞങ്ങൾ 4 മണിക്കൂർ 3 വെയിറ്റ് ചെയ്തു. അതിന് ശേഷം ഒന്ന് കാണാൻ പറ്റിയത്. ഞാൻ വിചാരിച്ചിട്ടിട്ട് പോകാൻ വേണ്ട, പിന്നെ അവിടെ നിന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടം വരെ ഇത്രയും വന്നിട്ട് നമ്മൾ കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ. ഈ ഒരു കാഴ്ച മതി. ഇതൊരു റേസിൻ്റെ ബിഹൈൻഡ് സീനാണ്. കാരണം റേസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വണ്ടി ഭയങ്കര സ്പീഡിൽ പോകുന്നത്. അതിൻ്റെ ബാക്കിൽ ഒരുപാട് ആൾക്കാർ പ്രവർത്തിക്കുന്നുണ്ട്. മീൻസ് മെക്കാനിക്ക്, ക്രൂ, ടെക്നീഷ്യൻ, അങ്ങനെ ഒരുപാട് ആൾക്കാർ. ടയർ ചേഞ്ച് ചെയ്യുന്ന, ടയർ കഴുകണം. ടയർ കഴുകുന്നൊരു വലിയ കഥയാണ്. അതിനകത്തൊരു ഗ്രിപ്പുണ്ട്. ആ ഗ്രിപ്പ് കഴുകിക്കളയും. എന്നിട്ട് ഈ ടയറിനെ വീണ്ടും അവർ മാറ്റി ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കും. ഇതിൻ്റെ ബാക്കിൽ ഒരുപാട് സെറ്റപ്പുകളുണ്ട്. ഒരുപാട് ആൾക്കാർ അധ്വാനിക്കുന്നുണ്ട്. അതും കൂടെ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയായിരുന്നു. ഞാൻ അന്നത്തെ പഴയ വീഡിയോയിൽ ഇതൊന്നും കാണിച്ചിട്ടില്ല. ഇത് കുറച്ച് ഡിഫറെൻറ്റ് വീഡിയോ ആണ്. ഇത് അജിത് കുമാറിന് വേണ്ടി മാത്രം എടുത്ത വീഡിയോ ആണ്. എൻ്റെ കൂടെ വന്ന് 2 പേര് ഇവരൊക്കെയാണ്, തോമസും കൃഷ്ണനും. അവർ 2 പേരും കൂടെ വെയിറ്റ് ചെയ്ത് എന്തായാലും കണ്ടിട്ട് പോയാൽ മതിയെന്ന് കൃഷ്ണൻ പറഞ്ഞുകൊണ്ട് പേരിൽ മാത്രം നമ്മൾ വെയിറ്റ് ചെയ്തത്. 24 റേസ് ഇപ്പോഴാണ് ഒന്ന് കൊഴുത്തത്. അജിത്ത് വന്നപ്പോഴത്തേക്കും കുറച്ച് ആൾക്കാർ കൂടി. അജിത്തിനെ കാണാൻ, റേസ് കാണാനും, അജിത്ത് വണ്ടി ഓടിക്കുന്ന കാണാനും.